എന്നുള്ളത് കൊണ്ട്, ചെലവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പൊ നമുക്കറിയാം, കോട്ടയത്ത് എത്രയോ കാലം നിന്ന സമരം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ നോമ്പടിക്ക് ഇച്ചിരി അനുവാദം, കാരണം ആശ്വസിപ്പിക്കുക, ആശ്വാസമല്ല പറ്റേണ്ടത്, സ്വസ്ഥമായി വിശ്വാസമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, നല്ലവരായ പറക്കുളം നിവാസികളെ, മറ്റ് സംഘടനാ ഭാരവാഹികളെ, സഹോദരി സഹോദരൻ, ഇതിലായതൊന്നും വലിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. വൈകുന്നേരങ്ങളിൽ കൂടുതൽ പ്രസംഗങ്ങളായിരിക്കും നല്ലതാണ്. ഒക്കെയായി ഈ പ്രതിഷേധം, ഇന്നിവിടെ ആരംഭിക്കുന്ന പ്രതിഷേധം ഇതിൻ്റെ തുടർച്ചയാവും. നാളെ കുട്ടികൾക്ക് കുട്ടികൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം യോഗം നടക്കുന്നുണ്ട്. അതിൽ ബഹുമാന്യരായ കൊല്ലം MP പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ കുട്ടറ MLA, ചാത്തന്നൂർ MLA, ഇരേപുരം MLA 3 പേര് പങ്കെടുക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ എല്ലാവരെയും പറക്കുളം ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൻപിച്ച റിലേ നിരാകര സത്യാഗ്രഹം ആരംഭിച്ചു. വൻമതിൽ ഒഴിവാക്കി മുകളിൽ പാലം പണിയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പട്ടർമുക്ക്, പറക്കുളം, മുഹമ്മദ് പ്രദേശത്തുള്ള ആപാലവൃത്തം ജനങ്ങളും സമരപാതയിലാണ്. ഈ സമരം ഇന്ന് രാവിലെ 10 മണിക്ക് ഇരേപുരത്തിന്റെ ബഹുമാനപ്പെട്ട MLA M നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അനിശ്ചിതകാല നിരാകാരം ആരംഭിച്ചിരിക്കുന്നു. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജവാബ് സംസാരിക്കുന്നു. ഒരു പ്രോജക്റ്റാണ് അവർ അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ എല്ലാ അതിൻ്റെ DPR തയ്യാറാക്കിയാണ് ഇവിടെ വന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഈ പഴയ ആലിൻ്റെ അവിടെ ഒരു കലങ്ങുണ്ടായിരുന്നു. കൃത്യമായി ആ സ്ഥലത്ത് അവർ ക്രോസ് ചെയ്തൊരു കലങ്ങുണ്ടാക്കി വെച്ചു. ആ വെള്ളം എങ്ങോട്ടും പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാക്കി അപ്പുറത്തോട്ടും കണക്ട് ചെയ്ത് വിട്ടിരിക്കുക. സമാനമായ പിഴവുകൾ, ദുരന്തം ആവർത്തിക്കുവാൻ പറക്കുളത്ത് സാധ്യതയുണ്ട് എന്ന് ജനങ്ങൾ ആശങ്കപ്പെടുകയും ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി തോളിൽ ഉയർത്തിയ പാലം നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പറക്കുളം മുതൽ മൈലക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന രീതിയിൽ തൂണിലൂടെയുള്ള പാലം പണിയണമെന്നും നിലവിലുള്ള ആറിവാൾ അടിച്ചുമാറ്റി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പറക്കുളം മേഖലയിലെ ജനങ്ങൾ അടുത്തതായി അനിശ്ചിതകാല നിരാകരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ, എടുത്തെടുത്തു. ഈ സമരം അനുഷ്ഠിക്കുന്നതിൽ ആശ്രയക്കാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നാടിൻ്റെ വികസനത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൈകോർക്കാം. നാലാം വാർഡ് മെമ്പർ ശരണീഷ. ഈ ഒരു സംരംഭത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ചാൽ നമുക്കിത് നേടാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനായി കൈകോർക്കാം. എല്ലാവർക്കും ആശംസകൾ. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി 5-ാം വാർഡ് മെമ്പർ ശ്രീമതി നസീറ. പറക്കുളം ജനകീയ സമിതി തുടങ്ങി വെച്ച ഈ പ്രതിഷേധ സമരം നമ്മളെല്ലാവരും കുറേ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. മുമ്പയുടെ പറഞ്ഞതുപോലെ യോഗ മെമ്പർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന്
പീപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ബൈജു പ്ലാക്കാട്. ചെലവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പൊ നമുക്കറിയാം കോട്ടയത്ത് എത്രയോ കാലം നീണ്ടുനിന്ന സമരം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അനുവാദം കാരണം ആശ്വസിപ്പിക്കുക, ആശ്വാസമല്ല വേണ്ടത്, സ്വസ്ഥമായി വിശ്വാസമായി